നിങ്ങൾ അവിടെ പോവോ? കല്യാണത്തില് നിങ്ങളുടെ ചേട്ടൻ, സ്വന്തം ചേട്ടനോ അനിയത്തിയോ അവര് കല്യാണത്തിൽ വിളിച്ചില്ലെങ്കിൽ പോവോ? പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ പോവില്ല, പിന്നെ എങ്ങനെ ഭഗവാൻ വരാൻ? നമ്മളുടെ അടുത്തല്ലേ ഉള്ളത് ഭഗവാൻ. തോമസി, അതാണ് അർത്ഥം. ഔറംഗഡ ഗ്രൂപ്പിന്റെ പേര് തോമസി. നിങ്ങളുടെ അകത്താ ഉള്ളത് ഭഗവാൻ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ വിളിക്കാണ്ട് വരിക. മന്ത്രാധീനം തദൈവതം. അപ്പൊ എങ്ങനെയാ വിളിക്കേണ്ടത്? നമ്മളെങ്ങനെയാ വിളിക്കുക? നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടല്ലോ. ആ പേര് ഇവിടെ എന്താ ചോദിക്കില്ലേ? അതുമാതിരി എല്ലാവന്മാരാണ് എന്തെന്ന് കൊണ്ടുവച്ചാൽ നല്ലൊരു അച്ഛനും അമ്മയും ഭഗവാൻ നമുക്ക് ആദ്യം തന്നു. ആദ്യം ആരാ തന്ന? നമുക്ക് നല്ല അമ്മയും അച്ഛനെയും തന്നു. ഒരേ നിനക്ക് ഇന്നും തൊഴുതുകൊണ്ടിരിക്കുന്നു നമുക്കായിട്ട്. വേദ അതാ പറയണത്, മാതൃദേവോ തദൈവതം തന്മന്ത്രം ബ്രാഹ്മണോശ്ചേത ബ്രാഹ്മണോ മമ ദേവത. അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാവരും പൂജ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ കഴിക്കണോ, പൂജ കഴിക്കണോ, അതിനാണ് ഞാൻ. ഇല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഇനി ഒരാളുണ്ടാവും. അപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നന്നായിട്ട് തൊഴുക. പിന്നെ നിങ്ങൾക്ക് മന്ത്രം അറിഞ്ഞാൽ പറയാം. ഈ മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം ആരുടെയും സ്വന്തം. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇന്നൊരാൾ തീരുമാനിക്കാൻ പറ്റില്ല. നമ്മളിടുന്ന ഡ്രസ്സ് ഇന്നൊരാൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ സ്വന്തം ഇതാണ്. അത് നമ്മൾ ഇടേണ്ടത് ഇറ്റ് ഈസ് അവർ റൈറ്റ്. അങ്ങനെയുള്ള ആളില്ലാന്ന് ആ ഭാഗ്യം എങ്ങനെ കിട്ടി? ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലമാണ് നമുക്കത്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഈ ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് കാര്യം പറയാം. പക്ഷെ എനിക്കറിയാം എല്ലാവരും വിശക്കണമെന്ന്. ഞാൻ ഓൺ ടൈമാണ്, വാച്ചില്ല. പക്ഷെ ഞാനെല്ലാം ഓൺ ടൈം. എനിക്ക് തന്ന സമയത്തിന് ഞാൻ ഒരു മിനിറ്റും കളയില്ല. എനിക്ക് തന്ന സമയം ആയിട്ടില്ല, ഇനി 5 മിനിറ്റ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഭഗവാന്റെ അനുഗ്രഹം വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന മൂലം മാത്രമേ കിട്ടുള്ളൂ. മറ്റേ എല്ലാ സമയത്തിനുള്ള ആൾക്കാർക്ക് അറിയാം. ഹിന്ദുക്കൾക്ക് മാത്രം